ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പുള്ളിക്കറിയാം, വളരെ ഭംഗിയായിട്ട് അറിയാം. അതാണ് അതിൻ്റെ പിന്നെ കോന്നിയൊക്കെ കൈവെള്ളം നിർത്തിയെന്ന് കള്ള വോട്ടുകളെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വാമനപുരം. ABC മലയാളം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് വാമനപുരത്താണ്. 2016 2021 നിയമസഭയിലെ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് വിഹിതം കൂടാതെ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടാതെ ലോക്കൽ ബോഡി ഇലക്ഷൻസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിശദമായി തന്നെ കണക്കുകൾ നിരത്തി പറയും. പ്രവചിക്കേണ്ടത് നിങ്ങളാണ്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി എത്രയും വേഗം ആർക്കാണ് വിജയസാധ്യത, ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. സർ, നമ്മൾ വാമനപുരത്താണുള്ളത്. വാമനപുരത്തിൻ്റെ സവിശേഷ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് MC റോഡിലാണ് അല്ലേ, അതിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാമനപുരം നദി വളരെ പ്രശസ്തമാണ്. തൊട്ട് ചേർന്ന് കിടക്കുന്നത് ആറ്റിങ്ങൽ പട്ടണമാണ്. അതെ, ഇതൊരു ഗ്രാമമാണ് കേട്ടോ. തിരുവനന്തപുരത്തു നിന്നൊരു 32 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു കാർഷിക സംസ്കാരമുണ്ട് എന്നാണ് നമുക്ക് എടുത്തു പറയാവുന്ന. അതായത് അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ കലാപ സമയത്തൊക്കെ ഇവിടെ നിന്ന് അവിടെ ഈ പിന്നെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് കയറി ഈ കുരുമുളക് ഇതൊക്കെ വളരെ ചുളിവിൽ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തു എത്രയോ പേരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത ഇടമാണ്. അവിടെയാണ് ഈ ആറ്റിങ്ങൽ ഈ ഭാഗത്ത് വരുന്ന ഈ കൊല്ലമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. കൊല്ലമ്പുഴ അത് കൊല്ലമ്പുഴ എന്നാണ് ഉള്ളത്. അത് പിന്നീട് കൊല്ലമ്പുഴയായി മാറി എന്നുള്ളതാണ്. അതുപോലെ വാമനപുരം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ, വാമനന്റെ ക്ഷേത്രം. തിരുവാമന ക്ഷേത്രം. അതാണ് പിന്നീട് വാമനപുരം ആയി മാറിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ ഒരു പട്ടണവും കൂടിയാണ്, ഗ്രാമാന്തരീക്ഷവും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാമീണതയും ദൈവികതയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു മാർക്സിസ്റ്റ് കോട്ടയാണ്. ഒരു പ്രത്യേകത. 1965 ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 13 തെരഞ്ഞെടുപ്പ്, 2021 വരെ 13 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളതിൽ 11 എണ്ണവും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള ആളാണ് ജയിച്ചിട്ടുള്ളത്. 2 പ്രാവശ്യം ജയിച്ചത് അത് ആദ്യ കാലത്താണ്. 65-ലും 70-ലും M കുഞ്ഞികൃഷ്ണപിള്ള, വളരെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും ജനസമ്മതനും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന M കുഞ്ഞികൃഷ്ണപിള്ള അവിടെ നിന്ന് 2 പ്രാവശ്യം 65-ൽ ഒരിക്കൽ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 67 ഇലക്ഷന് തോറ്റുപോയി. പിന്നെ 70-ൽ വീണ്ടും അദ്ദേഹം ജയിച്ചു. അങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹം ജയിച്ചതൊഴിച്ചാൽ പിന്നെ അതൊരു മാർക്സിസ്റ്റ് കോട്ടയായിരുന്നു. മാർക്സിസ്റ്റ് കോട്ടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള ആൾ കോലിക്കോട് കൃഷ്ണൻ നായരാണ്. അദ്ദേഹം 5 പ്രാവശ്യമാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അതായത് 1980 മുതൽ 91 വരെ 4 ഇലക്ഷൻ അപ്പോൾ നടന്നു. അത് തിരുവനന്തപുരം ഭാഗത്ത് തെക്ക് ഭാഗത്ത് കോലിക്കോട് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ ഭംഗിയായിട്ട് അറിയും. നമ്മുടെ പിന്നെ മറ്റ് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രേക്ഷകരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ലോ അക്കാഡമിയുടെ പക്ഷേ വടക്കുള്ള സഹാക്കന്മാരുമായിട്ടാണ് കോലിക്കോടിന്റെ വലിയ പിണറായി വിജയനുമായിട്ട് വലിയ അതെ അവരുടെ കുടുംബം നല്ല രസമാണ്. ഒരാള് CPM-ൽ നിൽക്കുകയും സഹോദരൻ നാരായണൻ നായർ ലോ അക്കാഡമിയൊക്കെ സ്ഥാപിച്ച് അദ്ദേഹം CPI-യുടെ ആളായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ബന്ധവും അവിടെ ഉണ്ട്. അപ്പോൾ കോലിക്കോടൻ അവിടെ 5 പ്രാവശ്യം ജയിച്ചു. അതിൽ 11 വർഷം തുടർച്ചയായിട്ടാണ് 1980 മുതൽ 91 വരെ 4 ഇലക്ഷൻ നടന്നു. അതിനിടയ്ക്ക് ആ 4 ഇലക്ഷനിലും ഇദ്ദേഹമാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2011-ലാണ് പിന്നൊന്ന് ജയിച്ചത്. പിന്നെ നമ്മുടെ കവിയും ഗാനരചയിതാവും ഒക്കെ ആയ പിരപ്പക്കോട് മുരളി 2 പ്രാവശ്യം 96-ലും 2001-ലും. പിന്നെ അതിനുശേഷം അദ്ദേഹം പാർട്ടി അനഭിനൊക്കെ ആയി കുറേശ്ശെ VS പക്ഷക്കാരനായി. അങ്ങനെ ഒരു പതുക്കെ പുറകോട്ട് പിക്ചറിൽ നിന്ന് പോയി. മാത്രമല്ല പുള്ളിയുടെ പുസ്തകം ഇടക്കാലത്ത് കുറച്ച് ഒരു MLA രാഷ്ട്രീയക്കാരനപ്പുറം പിരപ്പക്കോട് മുരളി ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ആ ഒരു സൗമ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇലക്ഷൻ മോഡിലേക്ക് നമുക്ക് നോക്കിയാൽ 2016-ൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചത് DK മുരളിയാണ്. അപ്പോൾ DK മുരളി ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവാണല്ലോ തിരുവനന്തപുരത്തെ ശരത്ചന്ദ്ര പ്രസാദ്, KSU വഴി
വന്ന് നല്ല പ്രസിദ്ധനായ ഒരു നേതാവാണ്. അത് ശരിച്ച് പറഞ്ഞാൽ ഒരു കാലത്ത് പിന്നെ CPM-നോട് ശരിക്കും പടവെട്ടി വന്ന ഒരാളാണ്. ആറ്റിങ്ങലിൽ മത്സരിച്ചിട്ടുണ്ട് ശരത്ചന്ദ്ര പ്രസാദ്. ആറ്റിങ്ങൽ മത്സരം അതെനിക്ക് ആനത്തലവട്ടത്തിനോ അതെ SN കോളേജിൽ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് അന്ന് അവിടെ SFIക്കാരുടെ കുത്തേറ്റ് അങ്ങനെയാണ് ഈ ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ ഇപ്പോഴും ഒരു കരുണാകരൻ സീറ്റ് കൊടുത്തു. എന്നാ കുത്തേറ്റ ചെറുക്കനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം അസംബ്ലി പഴയ പടക്കുതിര എപ്പോഴും സമ്മതിക്കില്ല. അവഗണനയുണ്ട് കേട്ടോ ഇപ്പോഴും പാർട്ടിക്കകത്ത്. പക്ഷെ ഇത്തവണ സീറ്റ് എവിടെയോ ഉണ്ട്. അങ്ങനെ ശരത് പ്രസാദിന് 2016 കൊടുത്ത സീറ്റാണ് വാമനാപുരം. പക്ഷെ വാമനാപുരം ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് കോട്ടയാണ്. അവിടെ പണ്ട് കുഞ്ഞികൃഷ്ണപിള്ള രക്ഷപ്പെട്ട പോലെ ശരത് പ്രസാദിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവിടെ DK മുരളിയാണ് വിജയിച്ചത്. ഈ മണ്ഡലത്തിൽ 2016 മൊത്തം വോട്ട് എന്ന് പറയുന്നത് 1,97,254 അതിൽ പോൾ ചെയ്ത് 1,41,435. അതിൽ DK മുരളി ആണ് വിജയിച്ചത്. വിജയിച്ച DK മുരളി കിട്ടിയത് 65,848, അതായത് 46.56%. പകുതിയോളം പിടിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 9,596 ആയിരുന്നു. എതിരാളി ശരത്ചന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തിന് 56,252 വോട്ടാണ് കിട്ടിയത്. അന്ന് പിന്നെ BDJS-ന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, RV നിഖിൽ. അദ്ദേഹത്തിന് കിട്ടിയത് 13,956. അപ്പോൾ അവിടെ BJP അത്ര വലിയൊരു പ്രസക്തിയുള്ള മണ്ഡലമല്ല. എന്നാൽ പിന്നെ 2021 DK മുരളി തന്നെയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 73,000, അന്നേരം വീണ്ടും വോട്ട് കൂടുകയാണ്. 73,242 വോട്ട്. 10,242 വോട്ടിന്റെ ഭൂരിപക്ഷം. ആദ്യം പിന്നെ 9,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 10,000 ചില്ലുവാനുമായി ഭൂരിപക്ഷം. 1000-ത്തിനടുപ്പിച്ച് വോട്ട് ഭൂരിപക്ഷം കിട്ടി. അതിൽ 49.11%. കഴിഞ്ഞ തവണ 46 ആയിരുന്നെങ്കിൽ ഇത്തവണ 49%. അപ്പോഴാണ് കറക്റ്റ് 50-ലേക്ക് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നത് അത് CPM-ന്റെ ഒരു പിന്നെ ഷുവർ സീറ്റാണ്. അതെ, അതിലെ 13-ൽ 11 തവണയും CPM ആണ് അവിടെ ജയിച്ചത്. മാത്രമല്ല ഈ കാൻഡിഡേറ്റ് സാർ പിന്നെ ആൾക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ നമ്മൾ എപ്പോഴും പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരമൊന്നും അങ്ങോട്ടേക്ക് ആനാട് ജയൻ എന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അദ്ദേഹത്തിന് 62,895 കിട്ടി. തഴവ സഹദേവനാണ് അതെ 5,603. അത് വോട്ട് വളരെ കുറവ്. തഴവ സഹദേവൻ പിന്നീട് കൊട്ടാരക്കരയിലും മത്സരിച്ചു. അതെ, അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ, അതിന് മുമ്പത്തെ തവണ 16-ൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞോടെ വോട്ട്. അങ്ങനെ ഒരു പ്രസക്തിയും ഇല്ല. NDA മുന്നണിക്ക് അവിടെ പ്രസക്തിയില്ല. UDF-നും പിന്നെ 10,000-ങ്ങളുടെയൊക്കെ ഡിഫറൻസ് ആണ് പലപ്പോഴും. BDJS ആയതുകൊണ്ടായിരിക്കും അത്ര വോട്ടെങ്കിലും അവിടെ. പക്ഷെ കഴിഞ്ഞ 16-ല് കുറച്ചുകൂടി പിടിച്ചിരുന്നു സാർ. 16-ല് പിന്നെ 13,956 വോട്ട് പിടിച്ചെടുത്തതാണ് 5,600 ചില്ലാനത്തിലേക്ക് ഇത് ഇത്തവണ DK മുരളിയെ മാറ്റിയിട്ട് ജോയിയെ നിർത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DK മുരളിക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുക്കും. പിന്നെ ഇനി 2025-ൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ. അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ UDF-ന് 55,893 വോട്ടും LDF-ന് 57,822 വോട്ടുമാണ് കിട്ടിയത്. അതായത് 2,129 വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ വോട്ട് LDF-നുണ്ട്. BJP-ക്ക് 25,002 വോട്ട്. അപ്പോൾ തഴവ സഹദേവൻ കിട്ടിയതിനേക്കാൾ 5 ഇരട്ടി വോട്ടാണ് ഇപ്പം BJP-ക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അന്ന് 5,603 ആയിരുന്നെങ്കിൽ ഇന്ന് 25,000 ചില്ലുവാനുമായിട്ട് അത് ഉയർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ BJP നില വളരെ മെച്ചപ്പെടുത്തി ഇത്തവണ. കാരണം അവിടെ 50,000, 55,000, 57,000 വരുന്നിടത്ത് അതിൻ്റെ പകുതിയോളം ഏകദേശം പിടിക്കാൻ 25,000 പിടിക്കാനായിട്ട് BJP-ക്ക് ഇത്തവണ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ മത്സരം കുറച്ചുകൂടെ കടുത്തതാകും എന്ന് തോന്നുന്നു. അതുപോലെ സാർ നമുക്ക് പിന്നെ ഒരു വലിയ പരാതിയുള്ള സ്ഥലമാണ് ഇവിടെ. അടൂർ പ്രകാശ് എപ്പോഴും പറയുന്നത് ഇവിടെ കള്ളവോട്ടിന്റെ കേന്ദ്രമാണ്. ഇവിടെ SIR വന്നാൽ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരും ജയിക്കുമെന്ന് അവർ പറയുന്ന ഒരു അതേ ആദ്യ തെരഞ്ഞെടുപ്പ് നിന്നപ്പോൾ മുതൽക്ക് അദ്ദേഹം ഈ കള്ളവോട്ടിന്റെ ഇഷ്യൂ ഉയർത്തുന്നുണ്ട്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടാതെ 1.5 ലക്ഷത്തിൽ പരം കള്ളവോട്ടുകൾ അദ്ദേഹം കണ്ടെത്തി
തടഞ്ഞു. ആറ്റിങ്ങലിലെ പിന്നെ അല്ലല്ല, ഈ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മണ്ഡലം, പാർലമെന്റ് മണ്ഡലം, പാർലമെന്റ്. അതിലൊന്നാണല്ലോ ഈ വാമനപുരം. അതെ. അപ്പൊ ഈ വാമനപുരത്തും കള്ളവോട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ കുത്തകയായിട്ട് ജയിക്കുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ട്. അല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും കള്ളവോട്ട് പുറത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അത് പ്രതിഫലിക്കണം. അത് പ്രതിഫലിക്കേണ്ടതാണ് വാസ്തവത്തിൽ. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് വാസ്തവത്തിൽ 19ലും 24ലും അടൂർ പ്രകാശിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഓർത്താൽ നമുക്കറിയാം. കാരണം ഈ അടൂർ പ്രകാശ് മറ്റൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവിടെയും അല്ല, അടൂർ പ്രകാശ് പിന്നെ തോൽവി അറിഞ്ഞിട്ടുള്ള ആളാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പുള്ളിക്കറിയാം, വളരെ ഭംഗിയായിട്ട് അറിയാം. അതാണ് അതിന്റെ ഒരു പിന്നെ കോന്നിയൊക്കെ കൈവെള്ളയിൽ നിർത്തിയെന്നേ. ഇതിന്റെ പാർലമെന്റ് നോക്കാം. അപ്പോൾ നമുക്ക് പാർലമെന്റ് പിന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് വാമനപുരം. അവിടെ 2019 UDF നമുക്ക് കാണാൻ ശ്രമിച്ചൊരു നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ LDF കോട്ടയിലും അടൂർ പ്രകാശ് മത്സരിച്ചപ്പോ UDF ആണ്. അതാണ് പറയാൻ. അപ്പൊ അടൂർ പ്രകാശ് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ഈ കള്ള വോട്ടുകളെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സാധ്യതയുണ്ട്. എഴുതള്ളാൻ കഴിയില്ല. കണക്ക് നോക്കുമ്പോൾ 2019 41.3 ആണ് പിന്നെ UDF പിടിക്കാൻ കഴിഞ്ഞത്. അതായത് 59,671 വോട്ടുകൾ UDF പിടിച്ചു. ഇടതുകോട്ടയിലാണത്. LDF 34.8 അത്രയും താഴ്ന്നു പോയി. 34 പിടിച്ചത്. അവിടെ 50,231 വോട്ടുകളാണ് അവിടെ. പക്ഷേ BJP അതായത് NDA 20.6 പിടിച്ചു. അവിടെ ലേശം അവര് മുന്നോട്ട് വന്നിട്ടുണ്ട്. പഴയ കണക്കുകൾ പോലെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. 29,681 വോട്ടുകളാണ് അന്ന് അവർക്ക് പിടിക്കാൻ കിട്ടിയത് 2019. ഇത് നേരെ 24ലേക്ക് വരുമ്പോൾ ഈ UDF 41 എന്നുള്ളിടത്തുനിന്ന് 36 കുറഞ്ഞു. അതാണ് പറയുന്നത്. അപ്പോൾ അതൊരു പിന്നെ അതാണ് മത്സരം കടുത്തു. അപ്പോൾ ജോയിക്കും മണ്ഡലത്തിൽ നല്ല ഗ്രിപ്പുള്ള ആളാണ് ജോയി. അതാണ് ഇവിടെ വോട്ടുകളിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് ജോയി തവണ നിർത്തുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ജോയി ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് പിന്നെ അടൂർ പ്രകാശ് തന്നെയാണ് ലീഡ്. പക്ഷേ ഈ 34 എന്നുള്ളത് LDF വീണ്ടും പിന്നെ 2024 വരുമ്പോൾ കുറയുകയാണ് സാധിച്ചത്. 34-ൽ നിന്നും കുറഞ്ഞു. പക്ഷെ അവിടെ അതിൽ രസമുണ്ടെന്ന് പറയുന്നത് സംഭവിച്ചതെന്ന് പറയുന്നത് 45,617 വോട്ട് പിടിച്ചു, വീണ്ടും കുറഞ്ഞു. പക്ഷെ ഇത് കൊണ്ടുപോയത് NDA ആണ് കൊണ്ടുപോയി. അത് നോക്കേണ്ടതാണ്. അപ്പോൾ അവരിപ്പോഴും വോട്ട് വിഹിതം അത് V മുരളീധരന്റെ കഴിവാണ്. അത് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. 40,170 ഇനിയും വർദ്ധിപ്പിക്കും. ഇനി വർദ്ധിപ്പിക്കുന്ന സാധ്യതയാണ്. സാഹചര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അല്ല, V മുരളീധരനെ പോലൊരു കാൻഡിഡേറ്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റും. V മുരളീധരൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വോട്ടിംഗ് പെർസെന്റേജ് ഉയർന്നത്. പക്ഷെ എങ്കിലും സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ട്. അവിടെ BDJS അല്ല BJPയുടെ കാൻഡിഡേറ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെ സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് വരുന്നുണ്ടെന്ന്. മാത്രമല്ല ഈ ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ കടകംപള്ളി ആയാലും ശരി, ഇപ്പോൾ നമ്മുടെ പിന്നെ V മുരളീധരനാണെങ്കിലും ശരി, കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിത്വ ഉണ്ടാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വാമനപുരത്തെ പെട്ടെന്ന് അങ്ങനെ എഴുത്തള്ളാൻ കഴിയില്ല. വാമനപുരവും കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളെ പോലെ തന്നെ ഒരു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണത്തിനുള്ള സാധ്യത തെളിയുന്നതായിട്ടാണ് നമുക്ക് ഈ പെർസെന്റേജ് ഓഫ് വോട്ട്സ് കാണിക്കുന്നത്. അല്ല, ഈ താമര വോട്ടിന്റെ നമുക്കൊന്ന് നോക്കാം സാറേ. പിന്നെ 2016 പിന്നെ ഈ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് BDJSന്റെ നിഖിൽ നിന്നപ്പോൾ 13,954, ഏതാണ്ട് 14,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ 19-ൽ എത്ര കിട്ടിയെന്ന് നോക്കാം സാറേ. 19-ൽ 20 പോയിന്റ്. അപ്പോൾ അവിടെ വ്യത്യാസം മനസ്സിലായോ? 6,000 വോട്ട് അവിടെ കൂടിയിട്ടുണ്ട്. 20 സംതിങ് വരുമ്പോൾ അല്ലേ? കൂടിയിട്ടുണ്ട്. 21-ൽ തഴവ സഹദേവൻ BDJS 5,603 പിടിച്ചത്. അപ്പൊ 24-ൽ പാർലമെന്റിൽ എത്ര? 24-ൽ അവർ 29 പിടിച്ചു. അതായത് 5 ഇരട്ടി വോട്ടാണ് V മുരളീധരൻ അവിടെ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് 25,002. അപ്പോൾ അത് തൊട്ടടുത്ത് നിൽക്കുന്നത് പിന്നെ UDF 55,890. നല്ല വ്യത്യാസം മാർജിൻ ഉണ്ട്. പിന്നെ LDF അതിലും മുന്നിലാണ് 57,822. അതായത് 2,000 കിലോ വോട്ടിന് LDF ആണ് അവിടെ ഈ തദ്ദേശ ഭരണത്തിന്റെ ഇത് നോക്കുമ്പോൾ ലീഡ്. അതായത് പിന്നെ ഈ വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ SIR വന്നതിന് ശേഷം വാമനാപുരത്തിന്റെ കഥ എന്താണെന്ന് നമുക്ക് നോക്കണം.
അതാണ് പ്രധാനം. അപ്പോൾ SIR പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിട്ടുള്ളത് വാമനപുരം. വാമനപുരത്തായിരിക്കും എന്നാണ് ഇതിലും അടൂർ കൂടുതൽ പ്രകാശിന്റെ ഒക്കെ കണക്കൂട്ടൽ. അല്ല സാർ, അപ്പോൾ ഇത് കെ മുരളീധരനായിരുന്നല്ലോ ഇവിടുത്തെ ഈ SIR-ന്റെ ഒക്കെ ചാർജ്. അതെ, അദ്ദേഹം SIR-ന് അനുകൂലം പോലെയാണ് നിന്നത് ഇവിടെ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കള്ളയോട്ടുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് അദ്ദേഹം. അത് ഇത്തരം പോക്കറ്റ്സിലുണ്ട്. അതെ, ഇത്തരം പോക്കറ്റ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന അടൂർ പ്രകാശ് നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽപ്പെടുന്ന 1,00,000-ൽ പര വോട്ടുകളും പിന്നെ SIR വഴി ഒഴുകിപ്പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി മിച്ചം വന്നു കഴിഞ്ഞാൽ ഈ കയറ്റം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ത്രികോണ മത്സരത്തിലുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. ഈ വരുന്ന 26-ലെ, അതായത് 10-60 ദിവസത്തിനകം നടക്കാൻ പോകുന്ന ഒരു പൂരത്തിൽ. ഇനി അതിനകത്ത് വേറെ തമാശ കൂടി പറഞ്ഞ് നമുക്ക് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ ജോയിക്ക് ഈ മണ്ഡലം കിട്ടുന്നു. അതെ, സ്വാഭാവികമായും DK മുരളി നല്ല മണ്ഡലവുമായി നല്ല അടുത്ത ബന്ധമുള്ള DK മുരളി ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു. പിന്നെ ഇനി വരുന്നത് നമ്മൾ പറയുന്നത് അങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ട് മറ്റേ ഒഴുകിപ്പോകുന്ന വോട്ടും SIR ഒക്കെ വെച്ചിട്ട് പിന്നെ മറ്റാരെങ്കിലുമാണ് ജയിക്കുന്നത്. ജോയിക്ക് ജയിക്കായിരുന്നു, കടിച്ചതും പോയി പിടിച്ചതും പോയി, എല്ലാ സെക്രട്ടറിയും പോയി. മറ്റു അത് കൂടി ഇതിനകത്തൊരു അപകടം പതിയിരിപ്പുണ്ട്. ഈ നമ്മുടെ സാഹചര്യം വെച്ച് ജോയിയുടെ മുമ്പിലെ വെല്ലുവിളി വലുതാണ് എന്നാണ് സാർ ഉദ്ദേശിച്ചത്. കാരണം അതിഭയങ്കരമായ ഒരു ഫൈറ്റ് പ്രൂവ് ചെയ്യേണ്ടി വരും. അവിടെ വിജയിച്ചാൽ അദ്ദേഹം മണ്ഡലത്തിൽ ബേസ് ഉള്ള ആളാണ്. പക്ഷേ ആ മണ്ഡലത്തിലെ ബേസ് അദ്ദേഹത്തിന് ശക്തമായി പ്രൂവ് ചെയ്യേണ്ടി ഒരു തവണ എന്നുള്ളതാണ്. അതാണ് ബാബുരാവ് കാത്തിരിക്കുന്നത്. നമുക്ക് ഞങ്ങളെന്തായാലും പ്രവചനത്തിൽ ഇല്ല. ഞങ്ങളുടെ പ്രേക്ഷകരാണ് ആ ദൗത്യം നിർവഹിക്കേണ്ടത്. എത്രയും വേഗം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് പോയി ഏത് മുന്നണിക്കാണ് വാമനപുരം 2026-ൽ വിജയ സാധ്യതയെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026-ൽ കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026-ൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.